മകരനക്ഷത്രത്തെ ബാക്കിയുള്ള രാജ്യത്തുള്ള ആൾക്കാർ സിറിയസ് എന്ന് വിളിക്കുന്നു. നമ്മൾ ഒരുപക്ഷെ ഇംഗ്ലീഷിൽ വിളിക്കാറുണ്ട് സിറിയസ്. ജീവിതത്തിൻ്റെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ സിറിയസ് എന്ന നക്ഷത്രത്തെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഭാരതീയർ മാത്രമേ, പ്രത്യേകിച്ചും അയ്യപ്പ ഭക്തർ എന്ന് നമ്മൾ അവകാശപ്പെടുന്ന നമ്മൾ പറയുന്ന ഈ ഒരു ഗണത്തിൽപ്പെട്ട വ്യക്തികൾ മാത്രമേ ആ മകരനക്ഷത്രത്തെ ഇപ്പോൾ ആരാധിക്കുന്നുള്ളൂ. ഇപ്പോൾ സന്നിധാനത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. ആ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിനായി അവിടെ ഒരുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദേവസ്വം മന്ത്രി അടക്കമുള്ള പ്രമുഖർ അവിടെയുണ്ട്. ആ ഘോഷയാത്രയെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുകയാണ്. 18ാം പടി കയറി വരുന്ന തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിനായി കാത്തു നിൽക്കുകയാണ് അവിടെ എല്ലാവരും. ആ പേടകത്തിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ശ്രീ വിനോദ് കുമാറും നമ്മളോട് സംസാരിക്കുകയുണ്ടായി. പേടകത്തിലുള്ള ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടുള്ള ദീപാരാധനയാണ് ഇനി അടുത്തതായി നടക്കാനുള്ള ചടങ്ങ്. സജീവ് സി വാര്യർ അവിടെ നിന്നും ചേരുന്നു. സജീവ്, ഈ തിരുവാഭരണ ഘോഷയാത്ര 18ാം പടിയിലേക്ക് എപ്പോഴാണ് എത്തുക? എന്തൊക്കെയാണ് വരെ? പതിനെട്ടാം പടിക്ക് മുകളിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാനായി ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ അവിടെ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം തിരുവാഭരണ ഘോഷയാത്ര അങ്ങോട്ടേക്ക് എത്തും. അവിടെയുള്ള തിരുവാഭരണ ഘോഷയാത്രയായി കൊണ്ടുവരുന്ന പേടകത്തിൽ നിന്നുള്ള ആഭരണങ്ങൾ അയ്യനെ അണിയിച്ചുള്ള ദീപാരാധനയാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും മനോഹരമായ സായന്തനത്തിലൂടെയാണ് ശബരിമല സന്നിധാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്തി മുഖരിതമാണ് അന്തരീക്ഷം. എല്ലാവരും സ്വാമിയെ ശരണമയ്യപ്പ വിളികളോടെ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ആ ദീപാരാധനയ്ക്ക് ശേഷം മകരജ്യോതി ദർശനം, അതുതന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതിനുശേഷം മാത്രമായിരിക്കും ഇനി അവിടെയുള്ള ഭക്തരെല്ലാം മലയിറങ്ങുക. അതുകൊണ്ട് തന്നെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ സുരക്ഷിതരായി നിന്നുകൊണ്ട് ദർശനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആണ് അവിടെയുള്ള ഓരോ ഭക്തരുമുള്ളത്. ഇപ്പോൾ സജീവ് സി വാര്യർ അശ്വതി, മകരവിളക്ക് ദർശനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ശ്രീകൃഷ്ണ പരുന്ത ഈ ക്ഷേത്രത്തിന് മുകളിലൂടെ ചുറ്റിപ്പറക്കുന്ന കാഴ്ച നമ്മൾ അല്പം മുമ്പ് കണ്ടിരുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. ഇവിടെ ശബ്ദമുഖരിതമായ അന്തരീക്ഷമാണ്. അതുകൊണ്ട് അശ്വതി ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ എനിക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും ഇപ്പോൾ ഇവിടെ നിന്നുള്ള പറയാവുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും എല്ലാ VIP-കളും ജനപ്രതിനിധികളും എല്ലാം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ സന്നിധാനത്തുണ്ട്. അതോടൊപ്പം മറ്റുള്ള ആളുകൾക്ക് വേണ്ടത്ര സുഗമമായി മകരജ്യോതി ദർശനം സാധ്യമാക്കുന്ന തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സന്നിധാനത്തിന് മറ്റു വശങ്ങളിൽ പ്രതീക്ഷ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഫ്ലൈ ഓവറുകളിലെല്ലാം തന്നെ ആളുകൾ നിരന്ന് നിൽക്കുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ നേരത്തെ തന്നെ പാസ് ഇഷ്യൂ ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ സന്നിധാനത്തിന് മുകളിൽ ഫ്ലൈ ഓവറിലെല്ലാം തന്നെ നിൽക്കുന്നത്. അതുകൂടാതെ പാണ്ടിത്താവളത്തിലേക്ക് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞ് 108 പടികൾക്ക് അടുത്ത് ഉള്ള മേഖലകളിലെല്ലാം തന്നെ ഓരോ നിരയായി ആളുകളെ കൃത്യമായി ജ്യോതി ദർശനത്തിനായി ഒരുക്കി നിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് 108 പടികളിലോട് ചേർന്നിട്ടുള്ള ബാരിക്കേഡ് വെച്ച് മറച്ചതിന് ശേഷമുള്ള ഓരോ ഭാഗമായി തിരിച്ച് തീർത്ഥാടകരെ നിർത്തിയിരിക്കുന്നതാണ്. അവർക്ക് അവിടെ നിന്ന് സുഗമമായ രീതിയിൽ ദർശനം സാധ്യമാകും. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. ഉദ്യോഗഭരിതമായ കാത്തിരിപ്പാണ്. ഭക്തി നിർഭരമായ അന്തരീക്ഷമാണ്. ഇനി മകരജ്യോതി ദർശനത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിച്ചേരും. അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. അതിനുശേഷമാണ് ദീപാരാധന, തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള അയ്യനെ തൊഴാനുള്ള കാത്തിരിപ്പും എല്ലാം തന്നെയുണ്ട്. നമ്മൾക്ക് വിശദമായതിലേക്ക് ഇനിയും പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി.
ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. മകരജ്യോതി ദർശനത്തിനായി ഭക്തസഹസ്രങ്ങൾ അവിടെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തിരുവാഭരണ ഘോഷയാത്ര 18ാം പടി കയറി സന്നിധാനത്തേക്ക് എത്തും. അത് സ്വീകരിക്കുന്നതിനായി ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ അവിടെ കാത്തു നിൽക്കുകയാണ്.